എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സർഗോത്സവത്തിൽ ഫിസ്കോ സീനിയർ സെക്കൻഡറി സ്കൂൾ പൂപ്പറമ്പ അവതരിപ്പിക്കുന്ന പരിപാടികളാണ്. പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ചെമ്പേരി മേഖലയിൽ ഒരു നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി കുടുംബങ്ങൾ തളിപ്പറമ്പിലേക്കും അതുപോലെ കണ്ണൂരിലേക്കും താമസം മാറ്റുകയുണ്ടായി. എന്നാൽ ഒത്തിരി ദൈവമക്കൾ ഇവിടെ ഒരു നല്ല സ്കൂള്, ഒരു നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടാകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി വാഴ്ത്തപ്പെട്ട അൽഫോൻസോ മരിയ ഫുസ്കോ പുണ്യാൻ്റെ മധ്യസ്ഥത്താൽ ദൈവം ഭൂമിയിലെ മാലാഖമാരായ കുറേ സിസ്റ്റർമാരെ അയച്ചുകൊണ്ട് ശുശ്രൂഷാവേല ചെയ്യുന്നതിന് വേണ്ടി അയച്ചുകൊണ്ട് ഈ പൂപ്പറമ്പിനെ അനുഗ്രഹിച്ചു. ഈ പൂപ്പറമ്പിലെ നാട്ടുകാരുടെയും ഈ ദേശത്തെ വിവിധ മതസ്ഥരായ ജനങ്ങളുടെയും സഹകരണത്തോടു കൂടി ഇവിടെ ഒരു നല്ല സ്ഥാപനം, നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുകയും വളർത്തുകയും ചെയ്തു. പ്രത്യേകമായിട്ടും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ പിന്നിൽ ഈ മാനേജ്മെൻറ്റുകൾക്ക് വലിയ പങ്കുണ്ട്. കാരണം ഈ സ്കൂളിന് ഒത്തിരിയധികം പ്രത്യേകതകളുണ്ട്. ഗ്രാമത്തിലെ സ്കൂളായ ഈ സ്കൂളിൽ സാധാരണ കർഷക തൊഴിലാളികളുടെയും മക്കളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരിയധികം കുറവുകൾ അവരുടെ ഉള്ളിലുണ്ട്. ആ കുറവുകളെ കണ്ടെത്തി ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് സ്വന്തം മക്കളെപ്പോലെ ഇവിടുത്തെ കുട്ടികളെ സ്നേഹിക്കുകയും അവരെ പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വസന്തകാലങ്ങളിൽ എവിടെ നിന്നോ പറന്നു വന്ന് ഉയരമുള്ള മരച്ചില്ലകളിലിരുന്ന് കതിരുകാണാക്കളി ഉയർത്തുന്ന മധുര ഗാനം പോലെ ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ടോടുകൂടി കേരളത്തിലെ മലയോരങ്ങളിൽ നിന്നും നദീതീരങ്ങളിൽ നിന്നും മനോഹരമായൊരു ഗാനം മലയാളക്കരയിൽ കേട്ടു തുടങ്ങി. ക്രമേണ മലയാളികൾ ആ പാട്ടുകാരെ കണ്ടെത്തി. അവരാണ് ജ്ഞാനായക്കാരായ കളിയാശാന്മാർ. അവർ പാടിയ പാട്ടാണ് മാർഗം കളിപ്പാട്ട്. കേരള ക്രിസ്ത്യാനികളുടെ കലാരൂപങ്ങളിലൊന്നായ മാർഗം കളിയാണ് അടുത്തതായി നമ്മുടെ കൂട്ടുകാർ അവതരിപ്പിക്കുന്നത്. வாழ்கவே திதி வாழ்கவா
ചാർത്തി മാറി എന്നപ്പോൾ തിതിമയിൽ നിലേറി നിന്ന നീല കാണവേണം പന്തലിൽ തിതി പട്ടുടൻ പാണിപ്പുടവ പവിഴമുത്തു മാലയും തിതി അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ തിതി അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തോമൻ തിതി അലങ്കരിച്ച പന്തലിൽ വന്നരുൾതരേ തകർത്തീ അരുൾ ചെയ്താചാരമേ എങ്ങു നിന്നേനം ഉദിത്തെ അരനുമതേന്തുമു മുതലതേനും ഉദിത്തെ അതിനിഹ കാരണമേ എങ്ങനെയേനും ഉദിത്തെ അതു പൊഴുതായ വര അറിയിച്ചപ്പോൾ ഉദിത്തെ വിധമിത നീ അറിക അരസൻ ചോഴൻ ഉദിത്തെ വിധി വിഷയം പ്രതിയ അടിയാർ വന്നു ഉദിത്തെ വിരവിലൊരാശരിന നല്ലോനെ കാൺമാൻ ഉദിത്തെ വിനയറുമാച്ചു പണികൾക്കെന്നാൽ ഉദിത്തെ ഇവരിതു ചോദതിനു ഉത്തരമൻപാൽ ഉദിത്തെ ഹിതം വരുമാറരുൾ ചെയ്തു മാറാൻ ഉദിത്തെ ഇടമതിൽ നിന്നരന നഴിക മുൻപേ ഉദിത്തെ ഇടമതിൽ നിന്നൊരു തകർത്തി തെയ്യത്തി തെയ്യക തെയ്യത്തേ മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പഠിച്ചെമ്പുമിരുമ്പും മറ്റും പാലവക വീണ്ടും പണികൾ തകർത്തിത്തം മഹിമയോടരിമകളെല്ലാം ചെയ്യ മനുവിവത്തിത്ത താം തികത തകർത്തിത്ത തകർത്തിത്തേ ഇമ്പമടരുവികൾ തിരുമനസാലെ ഇയൽ വഴി തീയും തീയും വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ തക്കടകടതേ തകത തകത തകതേ തിക്കടകടതേ തികിത തികിത തികിതേ തക്കടകടതേ ആ തകതേ തിക്കടകടതേ ആ തികിതേ തക്കടകടതേ തക്കിട്ടേതാ ഇന്ന തകടതേ തകടതേ വിഷമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ വാ തകർത്തിത്തേ എന്നെ നീ കാത്തല്ലോ ഏറ്റങ്ങാതെ എന്നതും പാഴായിട്ടേകുന്നു ദൈവമേ തിത് ഹിന്ദുവെന്നുള്ള നാടേറിയ സർപ്പങ്ങൾ തിത് എന്നിവ എന്നിയേ ഏറ്റമാ ജന്തുക്കൾ തിത് നാണമില്ലാതുള്ള നായനുണ്ടാതിക്കൽ തിത് നാളില്ലേ കോളില്ലേ നന്നായി ചൊല്ലില്ലേ തിത് നാടല്ല കാടല്ലോ നായനെ എന്നെ നീ ഇത് നന്നായി കൈവിട്ടു നാടിട്ടെ ചാഴത്തിൽ ഇത് മാറാനേ ഹിന്ദുവിൽ മനുഷ്യരല്ലല്ലോ ഇത് മനുഷ്യരെന്നപ്പോൾ മനതാരിയില്ലല്ലോ ഇത് മക്കൾക്ക് മൗവനം മനതാരി തകർത്തി തത്താതിമൃതത്തെ മാണിക്യക്കല്ലായ മാർഗം നാളിൽ തെളിയുന്നു മറ്റുള്ള നിവ്യാളന്മാർ മെല്ലെ മെല്ലെ ചവളുന്നു മമോദീസാമൃകുന്നവരും നാളിൽ തെളിയുന്നു മാർഗം നേടാ കവ്യരെല്ലാം കാണ കുറയുന്നു ലോകവിധി നീളെ മാർഗമേറെയേറ്റം വളരുന്നു ലൗകികങ്ങൾ നീളെ ചൊല്ലിപ്പലരും ചേരുന്നു എന്നതിലാലംബ്രാന്മാരും മേറെയേറ്റം മുതിരുന്നു
വന്നവരെ കണ്ടാലധികം ചേരുന്നു. കണ്ടു കണ്ടു ചൊല്ലാൻ ഇഷ്ടമാരുടൊക്കെ ചേരുന്നു. അക്കാലത്തിൽ മർദ്ദമാനും ദിവകൃത്യാൽ ഒരു കാവിൽ ആ വഴിക്കു പോവാനായി ചെന്നു കണ്ടവർ അതു നേരം കണ്ണിമാരിടായിലൊക്കെ കൂടി ചേർന്നൊരുപോലെ കാരിരുളിലായ പഞ്ചമഞ്ചം തെളിവാൽ ചൊല്ലുന്നു. കുമ്പിട്ടു നീ കളിയാരെ കുപ്പിക്കൈകൾ അടിവീണ കുട്ടിത്തരാം വയസ്സവും തിന്നുകൊണ്ടു വഴി പോക എന്നാ നേരം മർത്തോമാന് കോപിച്ചവരോട് ചൊല്ലുന്നു. എന്നാ നേരം മർത്തോമാന് ചൊല്ലി മനസ്സില്ലെന്ന് എന്നാ തന്നെ കുമ്പിടുകിൽ തിവീണഴിയും കാവല്ല കുമ്പിടുകയില്ല ഞാനും കളിയാരെ ഒരു നാളും കൊണ്ടുനിട മുറിച്ചക്കൊല് വാങ്ങി നിന്നങ്ങോങ്ങുമ്പോൾ ഭൂമി വനം തേടിയോനെ കൺമാറായി മുൻപാകെ മനുഗുണമുടയവനരുളാൽ വാനവർ മഹിമയുടെത്തിയ എന്നുടനെ ഇതിത്തെ മർദ്ദല നേരിടും അതിനൊരു തേരത് മംഗളമായവർ പുകീച്ച് ഇതിത്തെ കൈക്കൊണ്ടവരൊരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്നമലയ്ക്ക് ഇതിത്തെ കരുണയോട് ഇത് വഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മനസ്സിത് പരിച ഇതിത്തെ നല്ലമുടെ പലവ കിന്നൊരു മഴകാൽ നന്ദുടിയൻ കള പലതരമേ തീത്തി തകത തീത്തി തകത തീത്തി തകത തീത്തി നന്മ വിരുമ്പക പലമൊരു യോസി നന്നായി മലക്കുളപ്പലും പീതെ തീത്തി തകത തീത്തി തകത തീത്തി തകത തീത്തി ഉടമ്പിൽ നിന്നോയി എടുത്ത കാശേ ഉയരവനിരിപ്പിടം പുകയിച്ച് ഇതിത്തെ ഉടമയിലുടയവനുടമ്പെടുത്തഴകാൽ നന്മ നിറഞ്ഞൊരു പള്ളിയിലെ ഇതിത്തെ വച്ചിരുതനപത് മക്കളും മരുന്ന് മരുന്ന് വഴിക്ക് നടപ്പവര് തീത്തി തകത തീത്തി തകത തീത്തി തകത തീത്തി വൻവിനിയോടിയ പിരിയവനൊരു വിളിത്തരുമ്പടി തേടി പുലരാമേ തീത്തി തകത തീത്തി തകത തീത്തി തകത തീത്തി തിത്ത തകത തികിത താം തികിത തകത തികിത താകർ തിത്ത താകർ തിന്ത താകർ തിത്ത തത്ത തിത്ത തിമതത്തേ. ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത് മിക്കവാറും മാധ്യമങ്ങൾ തന്നെ. ലോകത്തിന്റെ അങ്ങേ തലക്കിലിരിക്കുന്ന ഒരുവനെ ഫ്രണ്ടായി കിട്ടുമ്പോൾ നാം അറിയാറുണ്ടോ നേർന്ന ഹൃദയത്തോടെ ഇരിക്കുന്ന നമ്മുടെ അയൽക്കാരനെ? കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറുപ്പിനെ കാറ്റിൽ പറത്തുന്ന നവമാധ്യമ സ്വാധീനം എത്രമാത്രമുണ്ടെന്ന് നമുക്കൊന്ന് കാണാം. എൻ്റെ പൊന്നുണ്ണീശോയെ, ഈ ക്രിസ്മസ് ദിനത്തിൽ അങ്ങ് എൻ്റെ വീട്ടിൽ പിറക്കണമേ. പൊന്നുവിൻ്റെ വിഷമങ്ങളെല്ലാം മാറ്റി തരണമേ. പൊന്നുവിൻ്റെ പപ്പയും മമ്മിയും ചേച്ചിയും വല്യമ്മച്ചിയും എല്ലാവരും സന്തോഷത്തോടെ എന്നും ഇരിക്കണമേ. അവരുടെ ഉള്ളിൽ അവിടുന്ന് എഴുന്നള്ളി വരണമേ. പപ്പയും മമ്മിയും എന്നെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കണമേ. മമ്മിയുടെയും ചേച്ചിയുടെയും ദേഷ്യം മാറ്റി തരണമേ. എൻ്റെ പൊന്നുണ്ണീശോയെ, അങ്ങ് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പൊന്നു കുരിശ് വരയ്ക്കുന്ന കേട്ടില്ലേ? ഈ പെണ്ണിനെ എത്ര വിളിച്ചാലും കേൾക്കത്തില്ല. കുരിശ് വരയ്ക്കാൻ വരണമെന്ന് പറഞ്ഞാല് ക്രിസ്തുവിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര ഉയർത്ത് ധ്യാനിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെടുവളാം. അങ്ങയുടെ ദരിദ്രം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുവനാവുന്നു. സോഫി, എത്ര നേരമായി മോളെ നിന്നെ ഞാൻ വിളിക്കുന്നു. പറഞ്ഞ കേക്കൽ ഈ കൊച്ചു നീ ഏത് നേരം ഇതേ കുത്തിപ്പിടിച്ചോണ്ടിരുന്നോ? പുരുഷമായിരിക്കും ഏത് നേരം പുറകെ നടക്കൂടി. നിന്നൊക്കെ പുറകെ നടന്ന ഞാൻ ഈ കോലം കെട്ടത്. ഇവിടെ ഒരാളുണ്ടല്ലോ, ഒന്നിന് സമയമില്ലാത്ത ഒരാള്. മേരിക്കുട്ടി, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഓ, ഇപ്പൊ എനിക്കായോ കുറ്റം? പണ്ടൊക്കെ ഞാൻ എടുക്കാനും ഇല്ലേലും പ്രാർത്ഥന
എന്നിട്ട് അതിന് കിട്ടുന്ന കൂലിയോ അനുസരണക്കേടും. ഓ, നിങ്ങള് പണ്ട് അങ്ങനെ വളർന്നു ഇങ്ങനെ വളർന്നു ഇതൊന്നും വേറൊന്നും പറയാനല്ലോ മമ്മിക്ക്. ഓ, മറ്റുള്ളവരുടെ സ്വസ്ഥ കളയാനായിട്ട് കേട്ട് കേട്ട് മടുത്തു. മടുക്കൂടി, നിനക്ക് മടുക്കും. പഠിക്കേണ്ട സമയത്ത് പെണ്ണ പഠിക്കേണ്ട സമയത്ത് കയ്യിൽ കാണും ഒരു ഫോണ്, അല്ലെങ്കിൽ രണ്ടിന്റെ കയ്യിൽ റിമോട്ട്. എന്നാടി മമ്മി മമ്മി ചേച്ചീനെ വഴക്ക് പറയണ്ട മമ്മി. മിണ്ടി പോരുത്. ഓടെ ഒരു വക്കാലത്ത് ചേച്ചിക്ക് വക്കാലത്തും കൊണ്ട് വന്നാലുണ്ടല്ലോ ഒരെണ്ണം വെച്ചിരുന്നു ഞാൻ. വേണം നിനക്ക് വല്യമ്മച്ചി. എന്റെ മേരിക്കുട്ടി, നീ എന്തിനാ ഈ കൊച്ചിനെ വഴക്ക് പറയുന്നേ? വല്യമ്മച്ചി, നമ്മൾ ഇന്നും കൊന്ത കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. ഈ യുദ്ധത്തിനിടയിൽ ആർക്കാ കൊച്ചെ പ്രാർത്ഥിക്കേണ്ടേ? എന്റെയോടെ തമ്പുരാനെ, എന്നെയോടലോടൊന്ന് വിളിച്ചിരുന്നേലും. എന്റെ വിഷമം ഇവിടെ ആര് കാണാനാ? മക്കള് തലരിച്ച തള്ളമാരുടെ കുറ്റാന്നില്ല എല്ലാരും പറയുള്ളൂ. എന്റെ മേരിക്കുട്ടി, ഇന്നിപ്പോ നിനക്ക് രണ്ടെണ്ണമായിട്ട് ഇങ്ങനെ. പണ്ടൊക്കെ 10ഉം 15ഉം മക്കളായിട്ട് എത്ര ഒരുമയോടെയാ കഴിഞ്ഞിരുന്നേ. ഞങ്ങളുടെ കാലത്ത് വേണ്ടാതീനമെങ്ങാനും കാണിച്ച അപ്പനൊന്ന് നോക്കിയാ മതി, മുട്ടുകാല് വരയ്ക്കും. ചിലപ്പോ മുള്ളിന്നും വരും. ഇന്നിവരാരെ പേടിക്കാനാ? അച്ഛനമ്മമാരെ പോലും പേടിയില്ല. ഇതൊക്കെ വന്നിട്ട് ഇവിടെ ചെവിക്കരാൻ തന്നെയാ. എന്നാ പിന്നെ എന്നതേലും ഒരു കൈസഹായം അതും ഇല്ല. നിനക്കൊക്കെ എന്നൂറ്റി വാല് വെച്ചാടി ഞാൻ. ഈ പെണ്ണെന്ന് കേൾക്കുന്നുണ്ടോ എന്റെ കർത്താവേ? ഇടേ, ഈ കുന്ത്രാണ്ടി ഇവിടെ വെച്ചിട്ട് വല്ല പോലത്തെ പഠിക്കുന്നുണ്ടോ നീ? ഞാനിത് ആരോടാ പറയുന്നേ? വല്ല കേൾക്കുന്നുണ്ടോ ആവോ? +2 പഠിക്കുന്നുള്ള ഒരു വിചാരമില്ലേ പെണ്ണിന്? എപ്പോ നോക്കിയാലും ടിവിയും കമ്പ്യൂട്ടറും. ഇപ്പൊ ഇന്റർനെറ്റും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ പുന്നാര മോക്ക്. അസൈൻമെന്റ് ചെയ്യണമെങ്കിൽ നെറ്റ് ഇല്ലാതെ പറ്റില്ല പോലും. പോയി പണി നോക്ക്. ഞാൻ ഇഷ്ടം പോലെ മാസം പിടിക്കാൻ പഠിത്തം. നീ ഇഷ്ടം പോലെ ചെയ്യും. വല്യമ്മച്ചി വല്യമ്മച്ചി റിമോട്ട് കണ്ടായിരുന്നോ? 6:30ക്കുള്ള പ്രോഗ്രാം തുടങ്ങാറായി. എനിക്ക് എന്തിനാ കൊച്ചേ കുന്ത്രാണ്ടം? ഇവിടുത്തെ മനസമാധാനം കളയുന്ന സാധനം ഞാനൊന്നും കണ്ടില്ലേ? ചേച്ചി 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 തന്നെയാ എടുത്തത്. ഞാൻ എത്ര നേരം ഇടി കണ്ടിട്ട് 6:30ക്കുള്ള പ്രോഗ്രാം തുടങ്ങാറായി. ഞാൻ കണ്ടില്ല. നിങ്ങളുടെ വെച്ചിട്ടുണ്ട്. മേരിക്കുട്ടിയെ, ഒന്ന് ഓടി വാടി. ഇവിടെ ആരോണ്ടോ വന്നിരിക്കുന്നേ? മേരിക്കുട്ടിയെ, ഇവിടെ ആരോണ്ടോ വന്നിരിക്കുന്നേ? ആണുങ്ങളില്ലാത്ത നേരം വല്ല കളമ്പ ശ്രദ്ധിക്കാൻ തുടങ്ങിട്ട് അവളുടെ ഒരു ഫോണും വിളിയും മെസ്സേജ് അയക്കലും പറയുന്നതാണ്. ഞാനാരും വിളിച്ചിട്ടില്ല. അന്നോ കുന്തോ അല്ലാത്ത വലിയ ചേർന്ന് വിളിച്ചു. അത് കേട്ടോണ്ട് അമ്മച്ചി അമ്മച്ചി എന്താ മേരിക്കുട്ടിയെ? ഒന്നിങ്ങി വന്നേ. അമ്മച്ചി ആ ജനലിന്റെ അടുത്താരോ കണ്ടല്ലേ പേടിച്ചത്? ഞാൻ കണ്ടു, ഞാൻ കണ്ടു. എന്നിട്ട് ഈ പെണ്ണ് പറയുന്നോട്ടില്ലേ അവിടെ വല്ല ദുരിദേശം നിന്റെ മനസ്സിലുണ്ടെങ്കിലുണ്ടല്ലോ എട്ടി അറിയാൻ. എന്റെ മേരിക്കുട്ടി, ഉള്ളിൽ വന്ന് വീണാലും ഉള്ളലേ വന്ന് വീണാലും ഉള്ളിക്ക് ആ കേട്. നീ ഇങ്ങനെ തൊള്ള കറന്ന ആർക്കാ നാണക്കേട്? എന്റെ സൊപ്പി കൊച്ചെ, 8 പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ചിലപ്പോ അബദ്ധം പറ്റിയെന്നിരിക്കും. ഒരു ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കുവേ. ഇതൊക്കെ പറഞ്ഞ ഇവിടെ ചെവിയിലോട്ട് കേറും. ഇപ്പൊ ഞാൻ കൊല്ലം ചെയ്യും. ഞാൻ എന്തേലും ഒരു കൈ സഹായി പെണ്ണ് ചെയ്യുന്നുണ്ടോ? മമ്മി മമ്മി എന്നാടി ഈ ഹാത്തിന്ന് വെച്ചെന്താ? മിണ്ടരുത്. ആദ്യ അവളൊരു സംശയം. ക്ലാസ്സിൽ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ നീ എന്നാടുക്കുമായിരുന്നടി? നിനക്ക് വല്ല സംശയം ഉണ്ടെങ്കിലേ പോയി ടീച്ചർമാരോട് ചോദിച്ചോണം കേട്ടോ. എന്റെ കൂടെ പ്രാന്ത് പഠിപ്പിക്കും. ഇനി നാട്ടാരെയും കൂടി അറിയിക്കാഞ്ഞിട്ടാ നിനക്ക്? പിള്ളേരെ ഉപദേശിക്കല്ല വേണ്ടത്, നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കുക. അതില്ലാത്തതാ ഇന്നത്തെ ആളുകളുടെ കുഴപ്പം. ഇപ്പൊ എനിക്കായി കുഴപ്പം. അമ്മച്ചി അവളുടെ സൈഡ് പിടിച്ചോ. ഇന്നൊരുത്തരും ഇവിടെ കയറി വന്നു. നാളെ ഒരുത്തരും ഇവിടെ ഇറങ്ങി പോയില്ലെന്ന് ആര് കണ്ടു? എന്റെ മമ്മി ഇത് നിർത്തുന്നുണ്ടോ? വീട്ടിൽ വന്ന് കേറിയാ തുടങ്ങും ഒരു ഉപദേശം. ഞാൻ എന്താ കൊച്ചുകുട്ടിയാണ്? എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടത്. എന്നെ ഒരു പഠിപ്പിക്കാനൊന്നും വേണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. ഓ എടി, നീയൊക്കെ നിന്റെ തോന്നിയ ദിവസം ജീവിച്ചോ? അങ്ങനെ പഠിക്കുക. അമ്മമാരായാലേ മക്കൾക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാം ഒക്കെ കാണാൻ വിടണം. അങ്ങനെയാ നല്ല അമ്മമാര്. ഇനി എനിക്ക് വൈപ്പറിയത്ത് കാണാനോ. എന്റെ മോൾ
നമ്മളിതൊന്നും കണ്ടു പഠിക്കണ്ട കേട്ടോ. ഇന്നിവരാരെ പേടിക്കാനാ? ഒടേ തമ്പുരാനെ പോലും പേടിയില്ല. ഇവരീ പോക്ക് എങ്ങോട്ടാണോ? എവിടെ ചെന്നെത്തും എന്റെ കർത്താവേ? സോഫി, ഞാൻ കുന്ത് ഓഫ് ചെയ്തിട്ട് പോയിട്ട് നല്ല പഠിക്കുന്നുണ്ടോ? ഞാൻ വന്ന നല്ല തരുവേ. ഇന്ന് ലാപ്പിന്റെ മുമ്പില് +2 പഠിക്കുന്ന പെണ്ണ. അതിന്റെ വല്ല വിചാരം ഉണ്ട് അവൾക്ക്? ഇതുവരെ അവളുടെ പുസ്തകത്തിന് മുമ്പിൽ ഇന്ന് ഞാൻ കണ്ടിട്ടില്ല. സോഫി, സോഫി, ഇതിന്റെ മുമ്പിൽ ഇന്ന് അവൾക്ക് ചെവി കേൾക്കത്തില്ല. മേരിക്കുട്ടി, മേരിക്കുട്ടി, ഇവിടെ ഒന്ന് വന്നേ. ഓ, ഇന്ന് വലിയ ആംഗ്രിയിലാണല്ലോ. അല്ല, ഇവിടെ നടക്കുന്ന എന്തെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടോ? എന്നതാ? പിള്ളേര് ചോദിക്കും മുമ്പേ സകലത് വാങ്ങിക്കൊടുത്ത എല്ലാം വായുന്ന വിചാരം. മോളെ എന്നെ ചോരന്മാർ ഇവിടെ കയറി നിരങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നീ പറഞ്ഞേ? ചോദിച്ചു നോക്കൂ പുന്നാര മോളോട്. അഴിച്ചു വിട്ടേക്കുമല്ലേ? ചോദിക്കാനാണോ പറയാനാണോ? ഞാൻ ഒരുത്തി ഇവിടെ. സോഫി, സോഫി, ഇവിടെ പാടി, ഇവിടെ വരാൻ. ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? ശരിയാണോന്ന്? കഴിഞ്ഞ മതിലെഴുതി നന്നായി പഠിക്കാൻ സ്മാർട്ട് ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോ വാങ്ങിച്ചു തന്നു. വാങ്ങിച്ചു തന്നോ? വിട്ട് എന്നെ വേണം എല്ലാത്തിനും പറയാൻ. എടാ ജോസ് കുട്ടിയെ, നീ ആ കൊച്ചിനോട് പൊട്ടിത്തെറിക്കാണ്ട് ഇത്തിരി സ്നേഹത്തോടെ ചോദിക്കടാ. അല്ല അമ്മച്ചി, ഞാൻ ഈ കഷ്ടപ്പെടുന്നൊക്കെ ആർക്കാ? ഇവരൊരു നല്ല നല്ല എത്തിക്കാനല്ലേ? എന്റെ മക്കളെ ഇങ്ങനെ തോൽപ്പിക്കാൻ തുടങ്ങിയ ഞാൻ എന്നാ ചെയ്യാനാ? എന്താ എന്റെ മോൾക്ക് പറ്റിയേ? എന്റെ മോൾ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. മതിയായില്ലേ? അകത്തോറിനെ കൂടെ ഉണ്ട്, അതിനെ വിളിച്ചോ. എന്നിട്ട് അതിനെ കൊഞ്ചിച്ച് വഷളാക്കിക്കോ. നിങ്ങൾ ഒരാളെ ഇവിടെ ഇങ്ങനെ ആക്കിയത്. കേറി പോടിയാകത്ത് പിള്ളേർക്ക് എപ്പോഴും ചാടി കീറാൻ കേറി പോടിയാ. ഓ, ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ. പപ്പ എനിക്ക് അറിയില്ല. പപ്പ എനിക്ക് അറിയില്ല. ഇന്ന് എന്നെ കാണാൻ ഇവിടെ ആരോ വന്നെന്ന് പറഞ്ഞ് മമ്മി എന്നെ കൊറേ തല്ലി, കൊറേ വഴക്കും പറഞ്ഞു. ഇവിടെ ഉള്ളവരൊക്കെ എന്നെ ഇങ്ങനെയാ അപ്പ കാണുന്നത്. ഞാൻ എന്ത് ചെയ്താലും കുറ്റം. ഞാൻ എന്ത് ചെയ്യാനാ? എന്റേതാ. ബിസിനസിന്റെ തിരക്കെന്ന് പറഞ്ഞ് ഓടി നടന്നു ഞാൻ. എനിക്ക് എന്റെ മക്കളെ പോലും ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. പേരിന് മാത്രം ഞാൻ അപ്പനായി. എടാ ജോസൂട്ടിയെ, നാഥനില്ലാത്ത കളരി എന്നും അങ്ങനെ തന്നെയാടാ. നല്ല തോതി കൊടുത്താലല്ലേ മക്കളും നല്ലത് പഠിക്കും. പപ്പയ്ക്ക് അറിയോ, 5 വിഷയങ്ങളില് 4 എണ്ണത്തിന് A+ കിട്ടിയിട്ടും ഈ മമ്മി എന്നോടൊരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല. കിട്ടാത്ത ഒരു A+ന്റെ പേരില് ഈ മമ്മി എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? മേരിക്കുട്ടി, മേരിക്കുട്ടി, ഇവിടെ ഒന്ന് വന്നേ. മേരിക്കുട്ടിയെ, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുമെന്നല്ല. വഴി വല്ലതും ഉണ്ണാൻ വന്നിരിക്കുമ്പോ വെച്ചുണ്ടാക്കി തരണ്ടേ? ഞാൻ ഒരാളെ ഉള്ളു ഇവിടെ കഷ്ടപ്പെടാൻ വേണ്ടിട്ട്. എടി മേരിക്കുട്ടി, അങ്ങനല്ല. നമ്മൾ ഈ ഭക്ഷണവും പണവും മാത്രം കൊടുത്താൽ പോരാ. നമുക്ക് ഈ സ്നേഹവും ലാളനയും എല്ലാം കൊടുക്കണം. ഇപ്പോഴെങ്കിലും മനസ്സിലായോടാ നിനക്ക്? 11 പേരിൽ 11ാമനായി നിന്നെ പോലും നിന്റെ അപ്പനും ഞാനും എങ്ങനെ നോക്കിയതാടാ. ഇന്നിപ്പോ അപ്പന് മക്കളെ മനസ്സിലാവുന്നില്ല, കെട്ടിയോളെ മനസ്സിലാവുന്നില്ല. അമ്മച്ചി പറഞ്ഞതിന് ശരി. ഇന്നിപ്പോ എല്ലാവരും അവരവരുടെ ലോകത്ത് ജീവിക്കുന്നവരാ. പിന്നെ എങ്ങനെ പരസ്പരം മനസ്സിലാക്കാനാവും, പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും? അതെങ്ങനെയാ എന്റെ മക്കളെ? ഇന്നീ വീട് ഭരിക്കുന്നത് ഈ കിട്ടിപ്പട്ടിയല്ലേ? ആരെങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് പരസ്യക്കാരല്ലേ? ഒരു കണക്കിന് ഞാൻ തന്നെയാ തെറ്റുകാരി. എന്റെ പണിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി
ഞാൻ മക്കൾക്ക് TV വെച്ചു കൊടുക്കും. ഇപ്പോ അവരതിന് അടിമകളായി. അവർക്കതില്ലാതെ പറ്റില്ലെന്നായി. എനിക്ക് ഈ ഫോൺ വേണ്ട എനിക്ക് ഈ ഫോൺ വേണ്ട. എന്റെ പപ്പയും മമ്മിയും ആരും എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് കണ്ടതോടെ ഞാൻ ഫോണും ടിവിയും എല്ലാം അടങ്ങുന്ന എന്റേതായ ലോകത്തിലേക്ക് പോയത്. പക്ഷെ ഇനി എനിക്ക് ഈ ഫോണിന്റെ ആവശ്യമില്ല. കാരണം എന്നെ സ്നേഹിക്കാൻ എന്റെ പപ്പയും മമ്മിയും എല്ലാരും ഉണ്ട്. എനിക്ക് ഫോൺ വേണ്ട. എനിക്ക് ഫോൺ സോറി മോളെ, എനിക്ക് മനസ്സിലായല്ലോ നീ എന്നോടുള്ള സോറി വേണ്ടത് മമ്മിയോടാ. മമ്മി ഒരു കണക്കിന് എന്റെ കയ്യിലാമ്മ തെറ്റ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ മമ്മി എന്നോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുമായിരുന്നു. ഇപ്പൊ എത്ര കാലമായി മമ്മി എന്നോട് സ്നേഹത്തോടെ ഒരു വാക്ക് പറഞ്ഞിട്ട്. മോളെ, മമ്മി നിങ്ങൾക്ക് ഉണ്ണാനും ഉടുക്കാനും പഠിക്കാനും ഇതൊക്കെ മാത്രം മമ്മിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഈശോയെ, ഞാൻ എൻ്റെ കൊച്ചിന്റെ മനസ്സറിഞ്ഞില്ലല്ലോ മോളെ. പോട്ടെ, നമ്മളിനി ടിവിയെ മൊബൈലിനെ മറ്റു സൗകര്യങ്ങളെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഏതൊരു വസ്തുവിനും അതിൻ്റെ നല്ല വശങ്ങളുണ്ട്. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ യാതൊരു പ്രശ്നവും ഉണ്ടാകാനില്ല. നീ പറഞ്ഞതാടാ ശരി. നല്ലതിലെ മൂല്യങ്ങൾ നാം ജീവിതത്തിലേക്ക് പകർത്തണം. ഇന്ന് അറിവിനേക്കാൾ തിരിച്ചറിവാണ് വേണ്ടത്. പപ്പയുടെ പൊന്നുമോളെ എവിടെയായിരുന്നു പൊന്നോള്? എന്തെടുക്കുമായിരുന്നു? മോക്ക് ഹാത്തിയുടെ മീനിങ് മമ്മി പറഞ്ഞുതരാട്ടോ. വേണ്ട വേണ്ട, എനിക്ക് ഹാത്തിന്റെ മീനിങ് കിട്ടി. പിന്നെ ഹാത്തിയുടെ മീനിങ് എന്ന് പറഞ്ഞു പപ്പയോ? പപ്പയല്ല, പപ്പനെ പോലെ ആന. എടാ ജോസൂട്ടിയെ, ഇപ്പോഴാ ഇതൊരു വീടായത്. ഇനി കുരിശുമല മുടങ്ങാൻ പാടില്ല. അമ്മച്ചി ഓർക്കുന്നില്ലേ പണ്ടെന്റെ അപ്പൻ എന്നെ മടിയിലെടുത്ത് കുരിശു വരപ്പിക്കുന്നത്? ഇന്നിപ്പോ രണ്ട് മക്കളെ അടുത്ത് കിട്ടി കുരിശു വരപ്പിക്കാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. എടാ, അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരിക്കലും നശിച്ചു പോകത്തില്ല. അങ്ങനെയുള്ള കുടുംബത്തിലാടാ സന്തോഷവും സമാധാനവും ഉണ്ടാകാം. അതില്ലാത്തതാ ഇന്നത്തെ കുടുംബങ്ങളുടെ പ്രശ്നം. ഓട്ടമല്ലേ ഓട്ടം, എങ്ങോട്ടൊന്നില്ലാത്ത ഓട്ടം. എന്നിട്ട് എന്ത് കിട്ടി? എടാ ജോസുകുട്ടിയെ, ഈ ഓട്ടം നിൽക്കുന്ന ഒരു കാലം വരും. അന്ന് വരും നീ തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്താൻ. അമ്മച്ചി, ഇനി ഈ വീട്ടിൽ ഒരിക്കലും പ്രാർത്ഥന മുടങ്ങില്ല. എന്നും ഞാൻ ഈ മക്കളുടെ ഉണ്ടാവും. പ്രാർത്ഥനയല്ല. മേരിക്കുട്ടി, വാ നമുക്ക് ഒന്നിച്ചിരുന്ന് കുരിശ് വരയ്ക്കാം. ഞാൻ ഡ്രസ് മാറ്റി വരാവേ. എടേ മേരിക്കുട്ടിയെ, ഞാൻ എന്റെ ബൈബിൾ എടുക്കട്ടെ. തുടങ്ങാം. കർത്താവിന്റെ മാലാഖ പരിശുദ്ധമരുത്വ വഹിച്ചു, പരിശുദ്ധമാവനാൽ കർമ്മം ധരിച്ചു, നന്മ അറിഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഫിസ്കോ സീനിയർ സെക്കൻഡറി സ്കൂൾ പൂപ്പറമ്പ അവതരിപ്പിച്ച പരിപാടികൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച മറ്റൊരു സ്കൂളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.